ജൂൺ 16 ട്യൂസ്ഡേ ഫസ്റ്റ് സെഷൻ. ഓക്കെ, 15 മിനിറ്റുള്ള സെഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ആക്ച്വലി ബ്രേക്ക് ചെയ്തു. നമ്മൾ 30 സെക്കൻഡ് എടുത്തത് ആക്ച്വലി 1 മിനിറ്റ് ആയിരുന്നു എടുക്കേണ്ടത്. ഓക്കെ, എനിവേ ഇറ്റ്സ് ഓക്കെ. സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ താഴേക്ക്. ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് കാണാം. നോക്കിക്കോട്ടെ, ഏകദേശം ഇങ്ങനെ, പക്ഷെ കറക്റ്റ് അല്ല ഇത്. ലീവ് ഇറ്റ്. ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇങ്ങനെ അത് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ എടുത്തത്. അതും താഴേക്ക് വരണതാണ്. ഇറ്റ്സ് ഓക്കെ. ആദ്യത്തെ 2 ട്രേഡുകൾ ഏകദേശം ആക്ച്വലി ഇത് പ്രോഫിറ്റ് വരണമെങ്കിൽ തരാം. നമ്മൾ ഏറ്റവും ടോപ്പിലായി പോയി എടുത്തത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കിട്ടില്ല, ലോസായി. ഇതിപ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അത് ലോസ് വന്നു കഴിയുമ്പോൾ നേരെ ഇവിടെ മഴക്കും. നമ്മളുടെ ഏറ്റവും വലിയ ഇഷ്യൂസ് അതാണ്. ഓക്കെ, ഇപ്പോൾ 2 ട്രെൻഡ് ലൈൻ ട്രേഡുകൾ ലോസിലോട്ട് പോയി. അടുത്തത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. മാർട്ടിക്കൽ എന്ന് പറഞ്ഞു. പ്രോഫിറ്റായി. നമ്മുടെ ലോസ് കവർ ചെയ്തു. ആക്ച്വലി സ്ഥിരം പറ്റാനുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം.
എനിക്കും നോർമലി എല്ലാ ട്രേഡേഴ്സാണ്, അതായത് പ്രോഫിറ്റബിൾ അല്ലാത്ത ട്രേഡേഴ്സിന് കൂടുതലായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ 2 എൻട്രീസ് ലോസ് വന്നതിന് ശേഷം ഇവിടെ ഒരു മാർക്കിങ് എടുത്തില്ലേ, അത് 4 വരുന്നു. അതുകൂടി ലോസ് വന്നു വെച്ചെങ്കിൽ ഉള്ള ഡെയിലി ക്യാപിറ്റൽ ആയിട്ടുള്ള $25 അത്യാവശ്യം ഡിക്ലൈൻ സംഭവിച്ചാണ്. അപ്പോൾ 3ാമത്തെ തവണ കണ്ടിന്യൂസ് ആയിട്ട് എൻട്രി ലോസ് ആയി കഴിയുമ്പോൾ നമ്മളുടെ മൈൻഡ് ഒരു ഗാംബ്ലിങ് ഫാലസിലോട്ട് പോകും. പിന്നെ എല്ലാം കൈവിട്ട് പോയിട്ട് റിവഞ്ചിലോട്ട് പോയി ഔട്ടായി ഓവർ ട്രേഡ് ചെയ്യുക, അങ്ങനെ സംഭവിക്കാറ്. ഓക്കെ, നല്ല എൻട്രീസ് വെയിറ്റ് ചെയ്ത് നോക്കി എടുത്തുകൊണ്ടിരിക്കുക, അത്ര നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. അല്ലാണ്ട് ഈ പ്രോഫിറ്റും ലോസും നമ്മുടെ കയ്യിലല്ല. ഒരു സപ്പോർട്ടുണ്ട്, ഒറ്റ ട്രേഡ് എടുത്തു. അത് കറക്റ്റ് എൻട്രി ആണെന്ന് പറയാം, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴായിരുന്നു എൻട്രി ചെയ്യേണ്ടത്, രണ്ടാമത് ഇവിടെ നിന്ന് ടച്ച് ചെയ്തില്ല. മേ ബി കുറച്ചും കൂടി ചാൻസ് ഉണ്ടായിരുന്നു. പ്രോഫിറ്റായി. പ്രോഫിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഓവർ കോൺഫിഡൻസ് ആവും. അത് ഓവർ കോൺഫിഡൻസ് ആവില്ല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് ആവും, അതങ്ങനെയാണ്. പിന്നെ ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4 പ്രോഫിറ്റൊക്കെ അടുപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് എടുത്ത് ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പിന്നെ പെട്ടെന്ന് ട്രേഡ് എടുക്കും, ലോസിലോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഡിഫിക്കൽട്ടുള്ളൊരു പരിപാടിയാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു 30,000 കൊല്ലം മുന്നേ ഇന്നത്തെ ബ്രെയിൻ എങ്ങനെയാണോ അത് ഒരു 30,000 കൊല്ലം മുന്നേ ഡെവലപ്പ് ചെയ്തതാണ്. അതായത് ഹോമോസാപ്പിയൻ വിഭാഗത്തിൽ പെടുന്നതാണ് നമ്മൾ ഈ മനുഷ്യന്മാരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 30,000 വർഷം മുന്നെയാണ് ഈ ഹോമോസാപ്പിയൻ വിഭാഗത്തിലുള്ള നമ്മളുടെ ഈ കറണ്ട് വെർഷൻ ഭൂമിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയുള്ള സെയിം ബ്രെയിൻ തന്നെ ഇപ്പോഴും. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മളുടെ ബ്രെയിൻ അധികം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ പതുക്കെ കൂടുതലായിട്ട് നമ്മളുടെ ബ്രെയിൻ നമ്മൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങി, ടെക്നിക്കലി സൈക്കോളജിക്കലി പഠിച്ചു. അപ്പോൾ അങ്ങനെ ബ്രെയിൻ ഡെവലപ്പായി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ പണ്ട് തുടങ്ങിയ ഉള്ള ആ ഒരു ബ്രെയിനിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർവൈവൽ മെൻറ്റാലിറ്റി ഉണ്ട്. അതായത് പണ്ട് മൃഗങ്ങളൊക്കെ വന്ന് ആക്രമിക്കാനൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ അത് ഓട്ടോമാറ്റിക് നമ്മളുടെ ബ്രെയിനിൽ ജനറ്റിക്കായിട്ട് ഉള്ളൊരു സംഭവമാണ് സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിപ്പോഴും ഉണ്ട്, അത് നമുക്കങ്ങനെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോസ് വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് ശ്രമിക്കും. അപ്പോൾ ആ 30,000 വർഷം പഴക്കമുള്ള ബ്രെയിനിൻ്റെ കാര്യങ്ങളാണ് നമ്മളുടെ ഈ ചുരുങ്ങിയ ഏജ് പീരീഡിൽ, അതായത് നമ്മൾ ഒരു 60-70 കൊല്ലം ജീവിക്കുന്ന ഈ പീരീഡിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് റൂൾസ് ക്രിയേറ്റ് ചെയ്ത് അതുവഴി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഐഫോൺ ആദ്യത്തെ വെർഷനും ഇപ്പോഴത്തെ വെർഷനും ഉള്ള ഒരു അപ്ഡേഷനല്ലേ, അതാണ് നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 30,000 വർഷം മുമ്പുള്ള നമ്മൾ മനുഷ്യൻ ഹോമോസാപ്പിയൻ എന്ന് പറയുന്നത് ഐഫോൺ ഫസ്റ്റ് വെർഷനും ഇപ്പോഴത്തെ 2026 ജീവിക്കുന്ന ഈ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്
ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ എന്നും പറയാം. അത്രേ ഉള്ളൂ. ഓക്കെ. മുകളിലോട്ടൊരു ചാൻസ് ഉണ്ട് പോകാനായിട്ട്, പക്ഷേ നമുക്ക് എടുക്കാമല്ലോ, റിസ്ക് എടുക്കാം. ഓക്കെ, 1 മിനിറ്റ് റിസ്ക് എടുത്തത്, 2 മിനിറ്റ് നമുക്ക് ഉറപ്പില്ല എടുക്കാൻ. കാരണം സിനറിയോ പറഞ്ഞുതരാം, അത് പ്രോഫിറ്റ് ആവോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. 50-50 ഒരു കോയിൻ ടോസ് ചെയ്യണ പോലെ. ഈ വിക്ക് കണ്ടോ, ഈ വിക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടി ഈ അടുത്ത ക്യാൻഡിൽ മുകളിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. എവിടെയും വരും, മേ ബി ഇത് ഇവിടെയും വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ട്രേഡ് എടുത്തത്. ഓക്കെ, ഇത് ലോസ് വന്നു. നമുക്കിത് ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് റിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. ഇതെങ്ങനെ അടുത്ത തവണ ഇതുപോലുള്ളൊരു സിനറിയോ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഓക്കെ പ്രോഫിറ്റബിൾ ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഇതിപ്പോൾ ഡൗൺ ട്രെൻഡ് ആയിരുന്നു, അപ്പോൾ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് ട്രേഡ് എടുത്തത്. മേ ബി അതുകൊണ്ടായിരിക്കും. അപ്പോൾ വിക്ക് താഴേക്ക് വന്ന് ഉള്ള ഒരു സമയത്ത് നമ്മളിത് ഡൗൺ ട്രെൻഡാണ്, അപ്പോൾ താഴേക്ക് ട്രേഡ് എടുത്തുന്നെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ആയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അടുത്ത പ്രാവശ്യം. ഇതൊക്കെ എല്ലാം കൂടി തലയിലോട്ട് വന്നതാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടി. ഇത് ബ്രേക്ക് ചെയ്തു ട്രെൻഡ്. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ, ഞാനൊരു 3 മിനിറ്റ് ട്രേഡ് എടുത്തത്. അതായത് ഈ ഡൗൺ ട്രെൻഡ് അത്യാവശ്യം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 3 മിനിറ്റിനുള്ളിൽ ഇത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് 1 മിനിറ്റിൽ നമുക്കൊരു ഉറപ്പില്ല. എന്ന് വെച്ചാൽ മേളിലോട്ട് 1-2 ക്യാൻഡിലൊക്കെ ഫേക്ക് ക്യാൻഡിൽ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒന്ന് നോക്കാം. അപ്പോൾ അത് 3 മിനിറ്റ് ഉണ്ടല്ലോ എന്തായാലും. ഈ ഫുഡ് അതാ നമുക്ക് ഇത് കുറച്ചും കൂടി റിഫൈൻ ചെയ്ത് വരക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണോ ട്രെൻഡ് ലൈൻ? പക്ഷേ ഒരു കറക്റ്റ് ട്രെൻഡ് ലൈൻ അല്ല, അപ്പോൾ നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ പതുക്കെയാണ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബ്രേക്ക് ചെയ്യും, പക്ഷേ എന്നാലും ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് വരും. ഒരിക്കലും ഗ്രാഫ് വൺ സൈഡായിട്ട് ഒരു സൈഡിലോട്ട് മാത്രം പോകില്ല. ഓക്കെ, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അങ്ങനെയാണ് അല്ലേ ഒരു വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ മൂന്നാറേക്ക് പോകുന്ന റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം മുകളിലോട്ട് പോകും അല്ലേ, എന്നിട്ട് പിന്നെ താഴോട്ടൊരു ഇറക്കം ഉണ്ടാവും. അപ്പോൾ ഒരു വാലി കയറുന്നതും ഒരു മല കയറുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇറക്കം എന്തായാലും ഉണ്ടാവും. ഒരിക്കലും മുകളിലോട്ട് മാത്രമുള്ള റോഡ് ഉണ്ടാവും. മുകളിലോട്ട് മാത്രമുള്ള റോഡാണെങ്കിൽ നമ്മളിവിടെ എത്തും, ആകാശത്തെത്തും. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗ്രാഫിൽ. അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഡൗൺ സൈഡിലോട്ട് എന്തായാലും ഉറപ്പായിട്ടും വരും. ഡൗൺ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുകളിലോട്ടും പോകും. അപ്പോൾ നമ്മൾ ആ തിരിച്ചിറങ്ങുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഒരു നമുക്ക് ചാൻസ് എടുക്കാവുന്നത് ഇവിടെ സെല്ലടിക്കാതെ ചെറിയ മിഡിൽ പോർഷനുള്ളത് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ഒരു ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല്ലടിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ചെയ്യാവുന്നത് ഇവിടെ ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക, അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷേ സ്റ്റിൽ നമ്മളിവിടെ ഒരു റിവേഴ്സൽ ഈ ഭാഗത്ത് ഉണ്ടാവുമെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. അത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. ഓക്കെ, അങ്ങനെ നമുക്കെപ്പോഴും എഡ്യൂക്കേഷനാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അത് മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. ആക്ച്വലി നമ്മളുടെ 15 മിനിറ്റാണ് നമ്മളുടെ ട്രേഡിംഗ് സെഷൻ, അത് കഴിഞ്ഞു.
അലാറം അടിച്ചു. ഞാൻ 15 മിനിറ്റ് ടൈമർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ക്ലോക്കിൽ. ഓക്കെ, അതുകൊണ്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നമ്മൾ ട്രേഡ് എടുത്തിരുന്നു. 3 മിനിറ്റിൻ്റെ ട്രേഡ് എടുത്തത്. അത് പ്രോഫിറ്റായി. അപ്പോൾ കുറച്ച് നല്ല ട്രേഡുകൾ നമ്മളിവിടെ ചെയ്തു. പിന്നെ കുറച്ച് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഇതിപ്പോൾ റോ ഫോർമാറ്റിലായിരിക്കുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ. ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ പോലെ ഉപകരിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുള്ളൂ. ഒരു പക്ക ട്യൂട്ടോറിയൽ എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നു, എൻ്റെ തോട്ട്സ്. പിന്നെ നമുക്ക് നമ്മളെ തന്നെ പേഴ്സണലി ഫൈൻ ട്യൂൺ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ, എന്തായാലും നമുക്ക് ലോസ് വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടി നമ്മളുടെ ഇമോഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഇമോഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പാർഷ്യലി ഇങ്ങനെ ലോസിന് ശേഷം ഇങ്ങനെ പ്രോഫിറ്റ് വന്നുകൊണ്ടിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വരുമ്പോഴാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ആ സമയത്താണ് നമ്മളുടെ അക്കൗണ്ട് അടിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ നമുക്ക് എപ്പോഴാണെങ്കിലും സംഭവിക്കും. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയല്ല, ആ ഒരു സർവൈവൽ മെൻറ്റാലിറ്റി നമ്മുടെ ബ്രെയിനിലുള്ളതാണ്. അപ്പോൾ അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി, അതായത് ആ ഒരു റിവഞ്ച് മെൻറ്റാലിറ്റിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ട്രേഡിംഗ് പ്ലാനിൽ, ട്രേഡിംഗ് റിസ്ക് മാനേജ്മെൻറ്റിലൊക്കെ കുറച്ച് നമ്മളുടേതായിട്ടുള്ള റൂൾസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു റൂൾ എന്ന് പറയുന്നത്, ഈ ട്രേഡിംഗ് വേണ്ടിയുള്ളൊരു ഫണ്ട് സേവ് ചെയ്യുന്ന ഒരു സേവിങ് അക്കൗണ്ട് ഉണ്ട്. അതിൽ ആണ് ട്രേഡിങ്ങിന് വേണ്ടിയുള്ള ഫണ്ട് ഫുൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡെയിലി നമ്മൾ എത്ര ലോസ്, അതായത് ഡെയിലി ലോസ് ലിമിറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് $25. അപ്പോൾ ആ എമൗണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിലിടുള്ളൂ, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിലിടുള്ളൂ. $25 ഡെയിലി ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അത് ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ട്രേഡ് ചെയ്യില്ല, അടുത്ത ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യുന്നു. അടുത്ത ദിവസം വീണ്ടും ഡിപ്പോസിറ്റ് ചെയ്യുന്നു, $25 വെച്ച് റീസ്റ്റാർട്ട് ചെയ്യുന്നു. എന്ന് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുന്നു. അത് $25 നിർത്തിയിട്ട് ബാലൻസ് ഉള്ള പ്രോഫിറ്റാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ടോട്ടൽ സേവിങ്സ് എമൗണ്ട് എപ്പോഴും സേവ് ആക്കി തന്നെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിജിറ്റൽ വാളറ്റിലോ വെക്കുക. എന്നിട്ട് ഡെയിലി നമ്മൾ എത്ര ലോസാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുമോ ആ എമൗണ്ട് മാത്രം നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലിടുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു രീതി എപ്പോഴും ഫോളോ ചെയ്യുക. നമ്മളുടെ അക്കൗണ്ടിൽ, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു $500 അല്ലെങ്കിൽ $1000 അല്ലെങ്കിൽ $10,000 ഉണ്ടെങ്കിൽ അത് വെച്ച് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു ഡെയിലി ഒരു 1000, അതായത് $10,000 ഉണ്ട്, ഒരു $1000 ലോസ് വന്നു കഴിയുമ്പോൾ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിർത്താൻ പറ്റില്ല. ഇടയ്ക്ക് നമ്മളുടെ മനസ്സിൻ്റെ സാന്നിധ്യം കൈവിട്ട് പോവാം, മനസാന്നിധ്യം പോവാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് എപ്പോഴും നമ്മൾ സേവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒരു ദിവസം എത്രത്തോളം ലോസ് എടുക്കാൻ പറ്റുമോ ആ എമൗണ്ട് മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ട് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റൂള് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റിൽ, നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനിൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണാം.